കൊതുകിനെ ഓടിക്കാൻ മൊസ്കിറ്റോ റിപ്പല്ലന്റ് സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഇത് ശ്രദ്ധിക്കാതെ പോകരുത്. എന്ന് വെച്ചാൽ മൊസ്കിറ്റോ റിപ്പല്ലന്റ് സ്ഥിരമായി ഉപയോഗിച്ച് ഒരാൾ രോഗിയായ ഒരു സംഭവ കഥയാണ് ഞാൻ പറയാം. എന്ന് വെച്ചാൽ എന്റെ ഒരു സുഹൃത്തിന്റെ അമ്മയുടെ കാര്യം. അവര് കേരളത്തിലായിരുന്നു. അതിനുശേഷം അവരുടെ അച്ഛന്റെ മരണത്തിന് ശേഷം അമ്മയും കൊണ്ട് അവർ ബാംഗ്ലൂരിലേക്ക് പോയി. എന്റെ സുഹൃത്ത് അവിടെ IT കമ്പനിയിൽ ഉയർന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അവിടെ ഒരു വീട്ടിലായിരുന്നു താമസം. അങ്ങനെ വന്ന സമയത്ത് ഈ അമ്മയ്ക്ക് നാട്ടിൽ നിന്ന് പോകാൻ അവർക്ക് വലിയ മടിയായിരുന്നു. അതിനുശേഷം അവിടെ പോയി അവരങ്ങ് സെറ്റിലായി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയ രീതിയിൽ ചുമയും ശ്വാസം മുട്ടലും അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് ഇവൻ എന്നെ വിളിച്ചപ്പോൾ പറയുകയുണ്ടായി. അപ്പോൾ പല ഡോക്ടേഴ്സിനെയും കാണിച്ചു, എന്നിട്ടൊന്നും ശ്വാസം മുട്ടലൊന്നും മാറുന്നില്ല, ചുമയൊന്നും മാറുന്നില്ല. അപ്പോൾ അമ്മയ്ക്ക് ഒരുപക്ഷെ ക്ലൈമറ്റ് പിടിക്കാഞ്ഞിട്ടായിരിക്കും, ബാംഗ്ലൂരിൽ വന്നതുകൊണ്ടായിരിക്കാം എന്നൊക്കെ ഇവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ശ്വാസം മുട്ടലൊക്കെ വന്നിട്ട് ഗുരുതരമായി അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആകസ്മികമായിട്ട് എനിക്ക് ഒരു ദിവസം അവരെ ഇങ്ങനെ കാണാൻ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇതിന്റെ കാരണം എന്താണെന്ന് ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചു. അപ്പം പറഞ്ഞു ഒരുപക്ഷെ കാലാവസ്ഥ പിടിക്കാത്തതായിരിക്കും. കാര്യങ്ങളൊക്കെ തന്നെയാണ് അന്നേരം അവർ പറഞ്ഞത്. തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതിനെ പറ്റി ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഇതിന്റെ കാര്യങ്ങൾ തന്നെ അവനോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച സമയത്ത് ഇവർ നല്ല അടച്ചുറപ്പുള്ള വീടാണ്, നല്ല അത്യാവശ്യം പോഷ് വീടാണ്, വാടക വീടാണ്, അക്കാര്യങ്ങളെല്ലാം സെറ്റാണ്. ഹസ്ബൻഡും വൈഫ് ഇവർ രണ്ടുപേരും കുഞ്ഞുങ്ങളും AC ഉപയോഗിക്കുന്നുണ്ട്. അമ്മയ്ക്ക് AC താല്പര്യമില്ലാത്തതുകൊണ്ട് AC ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞു. അമ്മയുടെ മുറിയിൽ അപ്പോൾ കൊതുകിന്റെ ശല്യം ഉണ്ടായിരുന്നു, കൊതുകിന്റെ ഉപദ്രവം ഉണ്ടായിരുന്നുകൊണ്ട് ഒരു പ്രമുഖ ബ്രാൻഡിന്റെ മൊസ്കിറ്റോ റിപ്പല്ലന്റ് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് സ്ഥിരമായിട്ട് 3-4 മാസം സ്ഥിരമായിട്ട് ബാംഗ്ലൂരിൽ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് അതിൽ നിന്നുണ്ടായ ബുദ്ധിമുട്ടായിരുന്നു. ശ്വാസം മുട്ടലും ചുമയൊക്കെ അതിൽ നിന്ന്, അതിന്റെ ഒരു മണം വളരെ രൂക്ഷഗന്ധമാണല്ലോ, നമുക്ക് ഓൺ ചെയ്ത് വെക്കുമ്പോൾ തന്നെ അറിയാം, വളരെ രൂക്ഷഗന്ധമാണ് പലപ്പോഴും. അതിൽ നിന്നുണ്ടായ ഒരു ബുദ്ധിമുട്ടായിരുന്നു അവരെ അലട്ടിയിരുന്നത്. ഇതറിയാതെ 6-7 മാസക്കാലം വളരെ വലിയ ചികിത്സകളൊക്കെ ചെയ്ത് അവസാനം ഇൻഹേലർ ഉപയോഗിക്കേണ്ട അവസ്ഥയിൽ വരെ ഈ ചേച്ചി എത്തിച്ച ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. ഇത് ഒരിക്കലും ഒരു ജീവിക്ക്, അതായത് കൊതുകിനെ പോലുള്ള ഒരു ജീവിക്ക് ഇത് ഹാംഫുൾ ആണെങ്കിൽ മനുഷ്യനും അങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ ചിന്തിക്കണം. കൊതുക് ചെറിയ ജീവിയായതുകൊണ്ട് അതിന് വളരെ പെട്ടെന്ന് തന്നെ ആക്ഷൻ കിട്ടുന്നു, അതിനെ തുരത്താൻ സഹായിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യൻ കുറച്ചുകൂടെ വലിയ ജീവി ആയതുകൊണ്ട് കുറച്ച് സമയം കൂടുതലെടുത്തായിരിക്കും മനുഷ്യനിൽ ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മൊസ്കിറ്റോ റിപ്പല്ലന്റ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഇക്കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ കൊതുകിനെ ഓടിക്കാൻ വേണ്ടി ആവശ്യമായിരിക്കാം, അത് ഓടിച്ചതിന് ശേഷം ആ റൂമിൽ നിന്ന് കൊതുകെല്ലാം പോയി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതിനുശേഷം വല്ല കുന്തിരിക്കും പോലുള്ള സാധനങ്ങൾ പുകച്ചതിന് ശേഷം മാത്രമേ പിന്നെ ആ മുറിയിൽ കിടന്നുറങ്ങാൻ ശ്രമിക്കുക. കാര്യം ഇത് കെമിക്കലാണ്, ഒരിക്കലും നമ്മുടെ ശരീരത്തിന് ഗുണകരമായ ഒരു സാധനമല്ലെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതുകൊണ്ട് മൊസ്കിറ്റോ റിപ്പല്ലന്റ് ഉപയോഗിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പരിചയക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഉപകാരപ്രദമാകട്ടെ. താങ്ക് യു.